പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുക മാത്രമല്ല, ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് സന്തോഷം? സന്തോഷം എന്നത് ഓർക്കുക പ്രിയമുള്ളവരെ, ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ഒരു ആത്മീയ സംതൃപ്തിയാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഈ ഒരു ആഴമേറിയ നിലനിൽക്കുന്നതായ സന്തോഷം എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തിലെ പച്ചയായ ചില ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, അതൊക്കെ എന്ത് വന്നാലും അവിടെയെല്ലാം നാം നിലനിൽക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഫിലിപ്പി ലേഖനം 4:4 എപ്പോഴും സന്തോഷിക്കുവാൻ പറയുന്നത്. അതായത് പോസിറ്റീവായി എല്ലാം കാണുവാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം. നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു വികാരമാണ് സന്തോഷമെങ്കിൽ നെഗറ്റിവിറ്റി ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇത് വാഗ്ദത്ത പേടകം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് നെഗറ്റീവായി ചിന്തിക്കാൻ സാധ്യതയുള്ള അവസ്ഥകൾ ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ. പ്രത്യേകിച്ച് നമുക്ക് ഈശോയോട് പറയണം, ദൈവമേ, ഇന്ന് എപ്പോഴും ആഴമായ സന്തോഷം ജീവിക്കുവാനും നല്ല തീരുമാനമെടുത്ത് മുന്നേറുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, എപ്പോഴും സന്തോഷിക്കണം. ആഴമായ ഒന്നായി ഈ സന്തോഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.